പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? നീലംപേരൂർ, ആലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം 1945. പി.എൻ. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ച വർഷമേതാണ്? 1996. വായനാ ദിനം മുതൽ ഏത് കാലയളവ് വരെയാണ് വായനാ വാരാചരണമായി ആചരിക്കുന്നത്? ജൂൺ 19 മുതൽ 25 വരെ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പി.എൻ. പണിക്കർ. മലയാളിക്ക് വായനാശീലം പകർന്ന പി.എൻ. പണിക്കരുടെ സ്മാരകം എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം? കേരളം. ലോക പുസ്തക ദിനം എന്നാണ് ആചരിക്കുന്നത്? ഏപ്രിൽ 23. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കാൻ കാരണം? വില്യം ഷേക്സ്പിയർ, സർവാൻസ് എന്നിവരുടെ ചരമദിനം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള ഏതാണ്? ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേള. ഏഷ്യയിലെ ഏറ്റവും വലിയ പുസ്തകമേള? കൊൽക്കത്ത പുസ്തകമേള. കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള? അന്താരാഷ്ട്ര പുസ്തകോത്സവം. പുസ്തകം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞതാര്? എബ്രഹാം ലിങ്കൻ. മാതൃഭാഷയിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? വായനാ മധുരം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? ഒ. ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം? രാമചന്ദ്ര വിലാസം. മലയാളത്തിലെ ആദ്യത്തെ കവിതയായി കണക്കാക്കപ്പെടുന്നത്? രാമചരിതം. തുഞ്ചത്തെഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ മലയാള ഭാഷയ്ക്ക് അടിത്തറ പാകിയതിന്. കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ? തുഞ്ചത്തെഴുത്തച്ഛൻ. ജ്ഞാനപ്പാന ആരുടേതാണ്? പൂന്താനം. കൃഷ്ണഗാഥ ആരുടേതാണ്? ചെറുശ്ശേരിയുടെ. ആധുനിക മലയാള കവിതയുടെ പിതാവ്? കുമാരനാശാൻ. കേരളം എന്ന വാക്കിന്റെ അർത്ഥം? കേരമുള്ള നാട്. കേരള സാഹിത്യ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിൽ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. മലയാളം ഏത് ഭാഷാ കുടുംബത്തിൽ പെടുന്നു? ദ്രാവിഡ ഭാഷാ കുടുംബം. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ഏത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു? വായനാശീലം വളർത്തൽ, സാക്ഷരതാ യജ്ഞം. വായന എന്ന ആശയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിശേഷണം? അറിവിന്റെ വാതിൽ. ഒരു നല്ല പുസ്തകം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിന്തയുടെ ലോകം വികസിക്കുന്നു. വായനയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്? അറിവ്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻ പിള്ള. ബാലസാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശൂർ. പുസ്തകങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥലത്തെ പേരെന്ത്? ലൈബ്രറി. ലോകത്തിലെ ഏറ്റവും പഴയ ലൈബ്രറി എവിടെയാണ്? അലക്സാൻഡ്രിയ. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം വായിക്കാതെ എന്തിനെ കൂടി വായിക്കണം? ലോകത്തെയും പ്രകൃതിയെയും. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ ആസ്ഥാനം? തിരുവനന്തപുരം. വായനാ വാരാചരണത്തിന്റെ ലക്ഷ്യം? വായനയെ ജനകീയമാക്കുക. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യരചന? ഭാഷാകൗടല്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.